ബ്രേക്കിംഗ്. കീം പുതുക്കിയ റാങ്ക് പട്ടിക ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതി നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ പുതുക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കീം ഫലം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിനില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ ഇക്കാര്യം അല്പസമയം മുൻപ് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. പഴയ ഫോർമുലയിൽ റാങ്ക് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. ആ ഫലമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രവേശന നടപടി അത് ഇന്നലെ തുടങ്ങേണ്ടതാണ്. അത് വൈകും എന്നതിനാലാണ് അപ്പീലിന് പോകാത്തത്. പഴയ ഫോർമുലയിൽ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരുന്നു. എൻട്രൻസ് കമ്മീഷണർ കോടതി ഉത്തരവനുസരിച്ചുകൊണ്ടുള്ള ഇപ്പോൾ പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം. ഗോപാൽ ഷീല സനൽ, 76,230 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഫലത്തിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് റാങ്ക് പട്ടികയിൽ അടക്കം വന്നിരിക്കുന്നത്? ആദ്യ നിരയിൽ തന്നെ വ്യത്യാസമുണ്ടോ? ആദ്യ നിരയിൽ കാര്യമായ വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് ഈ ഫലപ്രഖ്യാപനത്തിന്റെ ആ ഒരു അനാലിസിസിൽ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ സുജയ. പക്ഷേ അപ്പോഴും മന്ത്രി പറഞ്ഞ വാക്ക്, ഇത്രയും നാൾ പറഞ്ഞതിൽ പലതവണ ഫലപ്രഖ്യാപനം വൈകി, പലതവണ പുതിയ ഫലം പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ഇന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. മന്ത്രി അവസാനമായി വൈകുന്നേരം 6:15 വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞത് കോടതി ഉത്തരവിനെ അംഗീകരിക്കുന്നുവെന്നും ഏറ്റവും വേഗത്തിൽ, പരമാവധി വേഗത്തിൽ ഈ ഫലം ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുമായി. ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഏകദേശം 3 മണിക്കൂറോളം പിന്നിട്ടപ്പോൾ കീം ഫലം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇനി എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഫലമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യത്തെ 100 പേരിൽ 21 പേർ കേരള സിലബസിൽ നിന്നുള്ളവരാണ്. ഇനി അറിയേണ്ടത് ആദ്യത്തെ 10 പേരിൽ മാറ്റം എത്രത്തോളം വന്നിട്ടുണ്ട് എന്നതാണ്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളായോ ഗോപാൽ? ഒന്നാം റാങ്ക് അടക്കം മാറിയിരിക്കുന്നു ഗോപാൽ. ആ വിവരങ്ങൾ നമുക്ക് റാങ്ക് പട്ടിക ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക്. കേരള സിലബസുകാർ പിന്നോട്ട് പോയിരിക്കുന്നു. പുതുക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഒന്നാം റാങ്ക് മാറിയിരിക്കുന്നു. റാങ്ക് പട്ടികയിൽ വലിയ മാറ്റമുണ്ട്. ആദ്യത്തെ 100 റാങ്കിൽ 21 പേർ മാത്രമാണ് കേരള സിലബസിൽ നിന്നുള്ളവർ. 76,230 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. സംസ്ഥാന സിലബസിലെ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ റാങ്ക് പട്ടികയിൽ മാറ്റമുണ്ടായിരിക്കുന്നു എന്നതാണ്. വലിയ മാറ്റമാണ് റാങ്ക് പട്ടികയിൽ. അങ്ങനെയായാൽ ആദ്യത്തെ 100 റാങ്കിൽ 21 പേർ മാത്രമാണ് കേരള സിലബസിൽ പഠിച്ചവർ. അപ്പോൾ നേരത്തെ 43 പേരുണ്ടായിരുന്നു. ആ 43-ൽ നിന്ന് അത് 21 കുറയുകയാണ്. ഒന്നാം റാങ്ക് മാറിയിരിക്കുന്നു. 43 പേർ ആദ്യ 100-ൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ അതിൽ നിന്ന് കേരള സിലബസുകാർ 21 കുറയുകയാണ്. അതായത് 22 പേരുടെ റാങ്ക് മാറിയിരിക്കുന്നു. ആദ്യത്തെ 100-ൽ നിന്ന് തന്നെ അത്ര വലിയ മാറ്റമാണ് പുതുക്കിയ റാങ്ക് പട്ടികയിൽ വന്നിരിക്കുന്നത്. പഴയ ലിസ്റ്റിൽ നിന്ന് പുതിയ ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. പുതുക്കിയ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാം, നിയമപരമായി നീങ്ങാം എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരിക്കുന്നത്. ഗോപാൽ ശിലാസനൽ, ഒന്നാം റാങ്ക് അടക്കം മാറിയിരിക്കുന്നു. ആദ്യത്തെ 100 പേരിൽ 22 പേർ കേരള സിലബസിൽ നിന്ന് മാറിയിരിക്കുകയാണ്. 21 പേർക്ക് മാത്രമാണ് ആദ്യത്തെ 100 റാങ്കിൽ പെടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് അവർക്ക് വലിയ തിരിച്ചടിയല്ലേ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചോളൂ ഗോപാൽ ശിലാസനൽ. 76,230 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. ആദ്യ 100 റാങ്കിൽ 21 പേർ മാത്രമാണ് കേരള സിലബസിൽ ഉള്ളവർ. മുൻ ലിസ്റ്റിലുണ്ടായിരുന്നത് 43 പേരാണ്. ഒന്നാം റാങ്ക് അടക്കം മാറിയിരിക്കുന്നു. കീം പരീക്ഷയുടെ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നതാണ്. വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ പ്രക്രിയകൾ പൂർത്തീകരിക്കേണ്ടതിനാൽ കോടതി നിർദ്ദേശം അംഗീകരിക്കുന്നു എന്നതാണ് സർക്കാർ വ്യക്തമാക്കിയത്. പഴയ ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഗോപാൽ ശിലാസനൽ, ആദ്യത്തെ 100 റാങ്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ അതിൽ 22 പേർ കേരള സിലബസിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. 21 പേർക്ക് മാത്രമാണ് ആദ്യ 100-ൽ തന്നെയുള്ളത്. ഒന്നാം റാങ്ക് അടക്കം മാറിയിരിക്കുന്നു ഗോപാൽ. പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. സ്റ്റേറ്റ് സിലബസിലെ, കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാവുകയാണ് ഈ റാങ്ക് പട്ടിക പുതുക്കിയത്. പഴയ ഫോർമുലയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒന്നാം റാങ്ക് അടക്കം മാറുന്നു. ആദ്യത്തെ 100 റാങ്കിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ 21 പേർ മാത്രം. നേരത്തെ ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന റാങ്ക് പട്ടികയിൽ 43 പേർ ആദ്യ 100-ൽ ഇടം നേടിയിരുന്നു. എന്നാൽ അതിപ്പോൾ മാറിയിരിക്കുകയാണ്. പഴയ ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ, ഈ പുതുക്കിയ റാങ്ക് പട്ടികയെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നതാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരായി അപ്പീലിന് പോകില്ല, വിദ്യാർത്ഥികൾക്ക് സ്വന്തം നിലയ്ക്ക് അപ്പീലിന് പോകാം എന്നാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരിക്കുന്നത്.